മാണി വന്നാ ശ്രീ ജോർജ് പടിപ്പാറ, കേരള ബജറ്റിൽ ഈ രീതിയിലുള്ള പ്രതിഭാസങ്ങൾ അതിനു മുൻപും അതിനുശേഷവും കണ്ടിട്ടില്ല. KM മാണി എന്ന രാഷ്ട്രീയ അധികാരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കറുത്ത ദിനമായിരുന്നു ഇത്. CPM-ന് മുന്നിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയ ദിവസമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നോട്ട് എണ്ണുന്ന മെഷീൻ ഉണ്ടെന്ന് തുടങ്ങി പലതരത്തിലുള്ള ആരോപണങ്ങൾ, ബാർക്കോഴ മുതൽ ഇങ്ങോട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ, ആക്രമണങ്ങൾ അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ വരെ നേരിട്ടു. അവിടെ നിന്ന് പിന്നെ കണ്ടത് ജോസ് കെ മാണി CPM-ൽ പോയി ചേരുന്നതാണ്. അന്ന് പലരും ചോദിച്ചു ജോസ് കെ മാണി KM മാണി സാർ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നടക്കുമായിരുന്നു എന്ന്. ഇന്ന് വീണ്ടും ചോദിക്കേണ്ടി വരികയാണ്, KM മാണി ആയിരുന്നു പാർട്ടി ചെയർമാൻ ആയിരുന്നുവെങ്കിൽ ഈ രീതിയിൽ റോഷിക്ക് മൈക്ക് തട്ടിപ്പറയ്ക്കാനും സ്വയം അങ്ങ് പ്രഖ്യാപിക്കാനും തീരുമാനമെടുക്കാനും കഴിയുമായിരുന്നോ? രണ്ട് ചോദ്യവും വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒന്ന്, KM മാണി സാറിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതിഷേധവും രോഷവും അപമാനമാണ് അന്ന് കേരള നിയമസഭയുടെ ഫ്ലോറിൽ നടന്നത്. അതിനു മുമ്പോ പിമ്പോ അങ്ങനെ അത്രത്തോളം ഒരു രൂക്ഷമായ, അത്രത്തോളം അക്രമാസക്തമായ ഒരു ഉപരോധം, അതായത് ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല, ഒരു ധനകാര്യമന്ത്രിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെ ശാരീരികമായി, ആ വാക്ക് പ്രത്യേകിച്ച് എടുത്തു പറയണം, അദ്ദേഹത്തെ ശാരീരികമായി തടയാൻ ശ്രമിച്ച ഒരു ദൃശ്യം അതിനു മുമ്പ് നിയമസഭ സാക്ഷ്യം വഹിച്ചിട്ടില്ല. മാത്രമല്ല, നമ്മൾ കണ്ടതാണ്, കമ്പ്യൂട്ടറുകൾ എടുത്തെറിയുന്നു, സ്പീക്കറുടെ കസേര തള്ളിമറിച്ചിടുന്നു. നമ്മുടെ ഇന്നത്തെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അണ്ടർവെയറൊക്കെ കാണാവുന്ന രീതിയിൽ നിയമസഭയുടെ മേശപ്പുറത്ത് കൂടി എന്തെല്ലാം, അങ്ങനെ ഒരു മേശപ്പുറത്തുനിന്ന് അപ്പുറത്തെ മേശപ്പുറത്തേക്ക് അതിനിടയ്ക്ക് വീഴാൻ പോകുന്നു, ഉടുമുണ്ട് അഴിയാൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലരത് മടക്കി കുത്തി കൊടുക്കുന്നു. അങ്ങനെ കേരള നിയമസഭ അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുമ്പോ അതിന് പിമ്പോ കാണാത്ത അത്രയും വലിയ നാടകങ്ങൾ, അല്ലെങ്കിൽ അത്രയും വലിയ ദൃശ്യ വിരുന്നൊരുക്കിയ ഒരു കാഴ്ചയായിരുന്നു അന്ന് നിയമസഭയിൽ കണ്ടത്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു ദൃശ്യവിരുന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും വയ്യ, ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇത്രയൊക്കെ ചെയ്തിട്ടും അപ്പനെ ഈ പറഞ്ഞ പോലെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. CPM-ന് ബജറ്റ് അവതരണം നടന്നില്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എങ്ങനെ ശമ്പളം വാങ്ങും, കേരളത്തിലെ നിദാന കാര്യങ്ങൾ എങ്ങനെ നടക്കും, ആശുപത്രികളിൽ എങ്ങനെ മരുന്ന് വാങ്ങും, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിട്ടും മാണി സാറിനെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അതുപോലൊരു സമരം ചെയ്ത പാർട്ടി, അല്ലെങ്കിൽ ആ മുന്നണിയുടെ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മുൻകൈയെടുത്ത് പോയി ചേരുക, സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അത് വിശ്വസിക്കാനേ കഴിഞ്ഞിട്ടില്ല. കാരണം താങ്കൾ ഈ പറഞ്ഞ നോട്ടെണ്ണൽ യന്ത്രത്തിൻ്റെ കേസൊക്കെ ഞാനന്ന് ഈ 2016 വരെ ഈ പറഞ്ഞ UDF മന്ത്രിസഭ അധികാരത്തിലുള്ളപ്പോൾ കോട്ടയത്ത് മാതൃഭൂമിയുടെ പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നേർസാക്ഷി കൂടിയാണ് ഞാൻ പലതിലും. അന്ന് ഏറ്റുമാനൂർ വലിയൊരു ഒരു പ്രതിഷേധ സമ്മേളനം നടത്തിയിട്ട് അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ഈ നോട്ടെണ്ണൽ യന്ത്രത്തിൻ്റെ കഥയൊക്കെ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുമ്പോൾ അണികൾ ആഞ്ഞ് കൈയടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞൊരു പാർട്ടി ഏതെല്ലാം രീതിയിൽ മാണി സാറിനെ അപമാനിക്കാമോ, ഏതെല്ലാം രീതിയിൽ കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മാനം കെടുത്താമോ, അതെല്ലാം ചെയ്തിട്ട് അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത, പ്രത്യയശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ പാർട്ടി ഘടനാപരമായിട്ടോ കേരള കോൺഗ്രസ് എമ്മിന് അത്ര എളുപ്പത്തിൽ ചെന്ന് ചേരാവുന്ന ഒരു മുന്നണിയല്ല ഇടതുമുന്നണി. പ്രത്യേകിച്ച് ബാർക്കോഴയുടെ പേരിൽ സ്വന്തം പിതാവിനെ ഇതുപോലെ രാഷ്ട്രീയമായി ക്രൂശിച്ച ഒരു മുന്നണിയിൽ ഒരു ഉളുപ്പുമില്ലാതെ, ആ വാക്ക് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, അതല്ലാതെ വേറൊരു മലയാളം വാക്ക് അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേറൊരു വാക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അത് അൺപാർലമെൻ്ററി ആണെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ ചെന്ന ആ പാർട്ടിയുടെ ആ മുന്നണിയുടെ ഭാഗമായി അതിൽ മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ എന്തും നടക്കും. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ കാര്യമാകുമ്പോൾ എന്തും നടക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പറയാനില്ല. ഇത്തിരി സാഹിത്യം ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാരമൊന്നും ആ പാർട്ടിക്കില്ല. മാണി സാർ ഒരു അധ്വാന വർഗ പ്രത്യയശാസ്ത്രമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്നൊന്നും അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അദ്ദേഹം പാർട്ടിക്കും വേണമല്ലോ ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് വെച്ചൊരു സാധനമാണ്. അതൊന്നും ഒരു ഭാരമൊന്നുമല്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അത് പേർത്തും തെളിയിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും അധികാരം വേണം,
ഞങ്ങൾക്ക് ആ പാർട്ടിയിൽ ഇത്തവണ നിൽക്കുമ്പോൾ UDF കാറ്റ് എപ്പോഴും വീശും എന്ന് പദവി വേണം. തോന്നിയപ്പോഴാണ് ഇത് ജോസ് കെ മാണി രണ്ടുമില്ല. മറുകണ്ഠം ചാടാൻ ശ്രമിച്ചത്. പക്ഷേ റോഷി ഇതാ ഇപ്പോൾ തന്നെ അതെ, തീർച്ചയായിട്ടും ഒരു സംശയമില്ല. അപ്പൊ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് റോഷിയുടെ ഉള്ളിലിരിപ്പ്. ജോസ് കെ മാണി വീണ്ടും ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ഇനി ഇപ്പോൾ റോഷി അഗസ്റ്റിന് ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രാധാന്യമൊന്നും കേരള കോൺഗ്രസിൽ കിട്ടില്ല. കേരള കോൺഗ്രസിൽ എവിടെയാണോ അധികാരം അവിടെയാണ് പാർട്ടി അണികളുടെ ആദരവും വിശ്വാസവും. ഇപ്പൊ റോഷി അഗസ്റ്റിനാണ് മന്ത്രി. അദ്ദേഹത്തിന്